പുതിയ തലമുറയിലെ കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധം കുറവാണ് എന്ന് പറയുന്ന ഒരു കാര്യം, അതിനെ എങ്ങനെയാണ് ദിയ കാണുന്നത്? ജെൻസി ടെൻഡ് ടു ബി എ പൊളിറ്റിക്കൽ, ലൈക്ക് ഒരു പൊളിറ്റിക്സ് ഇല്ല, രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയം ഇല്ല, ഇതെന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോൾ പൊതുവേ കേട്ട് വളർന്ന് വരുന്നൊരു കാര്യമാണ്. നമ്മളെ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാലും രാഷ്ട്രീയം അല്ലെങ്കിൽ ഏത് പൊളിറ്റിക്കൽ ഇതാണേലും നമ്മളെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു എന്ന് മാത്രം. എന്തൊരു ലോ വന്നാലും അത് നമ്മൾ ഏതെങ്കിലും ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പൊളിറ്റിക്സ് എക്കണോമിക്സ് എടുക്കുന്ന ഒരാൾക്കത് നമ്മൾ പഠിക്കുന്നതായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയം എല്ലാവർക്കും വേണം. അതിപ്പോൾ ഒരു പാർട്ടീനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഇത് വേണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചിലപ്പോൾ ഇന്ന പാർട്ടിയുടെ ഇന്ന വാല്യൂസ് ആയിട്ടായിരിക്കും നമ്മൾ അലൈൻ ചെയ്യുന്നത്, വേറൊരു പാർട്ടിയുടെ വേറെ വാല്യൂസ് ആയിട്ട് അലൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു രാഷ്ട്രീയം വേണം, ഒരു ലോകത്തെപ്പറ്റി ഒരു ബോധം വേണം, ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു പുതിയ ലോ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അറ്റ്ലീസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക.